₹50 പറഞ്ഞു. അടിച്ചോ. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇതൊരു വ്ളോഗാണ്. ഐ തിങ്ക് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം വ്ളോഗ് പോലത്തെ വീഡിയോസ് കാണാനാണ്. കാരണം എൻ്റെ ഒരു ചാനൽ വന്ന റെസ്പോൺസ് കണ്ട് എനിക്ക് തോന്നുന്നു അതായിരിക്കും കുറച്ചും കൂടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതെന്ന്. ഓൾസോ എനിക്കും വ്ളോഗ് എടുക്കാൻ ഇഷ്ടമാണ്. ബിക്കോസ് ദാറ്റ് മേക്സ് മൈ ഡേ മോർ ഇൻട്രസ്റ്റിംഗ്. അപ്പോൾ ഇപ്പം സമയം 5:30 ഞാൻ ഇന്ന് എൻ്റെ ഫാമിലീൻ്റെ കൂടെ ബാംഗ്ലൂരിലേക്ക് പോവാണ്. എൻ്റെ കോൺവെക്കേഷൻ നാളെ രാവിലെയാണ്. സോ I'm traveling with my family to Bangalore today. So I thought I'll take a vlog and show you guys. അപ്പം അതാണ് ഇന്ന് സംഭവിക്കുന്നത്. പക്ഷേ ഞങ്ങളിതൊരു 6 മണിക്ക് ഇറങ്ങാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ ആരും എണീറ്റിട്ടില്ല, റെഡി ആയിട്ടില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ ഇപ്പം തന്നെ ഷൂട്ട് ചെയ്യാൻ തുടങ്ങാം. ഞാനും 100% റെഡിയല്ല. ഞാൻ ജസ്റ്റ് എണീറ്റ് റെഡി ആയി താഴെപ്പോയപ്പം ആരും റെഡി ആയിട്ടില്ല ഉള്ളത്. അപ്പോൾ അതൊക്കെയാണിന്ന് സംഭവിക്കുന്നത്. സോ ബിഫോർ ഐ സ്റ്റാർട്ട് ഐ വോണ്ട് ടു താങ്ക് എവ്രി വൺ ഹു വാച്ച്ഡ് മൈ പ്രീവിയസ് വീഡിയോസ് ആൻഡ് സോ മച്ച് ലവ് ഫോർ യുവർ റെസ്പോൺസസ്. അപ്പോൾ ഏതായാലും എനിക്ക് കമൻസിൽ കുറച്ച് റിക്വസ്റ്റും കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. ഐ മീൻ ലൈക്ക് നോട്ട് മൈ ഫാൻസ് ഓർ സബ്സ്ക്രൈബേഴ്സ്, കുറച്ച് ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് കുറേ വീഡിയോ സജഷൻസ് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ്. അപ്പം ഞാൻ അതെല്ലാം ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ ലാസ്റ്റ് ഫ്യൂ ഡേയ്സ് ആയിട്ട് ഞാൻ കുറച്ച് ബിസി ആയിപ്പോയി. ഈ കോൺവെക്കേഷൻ്റെ കാര്യങ്ങളും ഷോപ്പിങ്ങും ഓരോ റീസണായിട്ട് ഞാൻ ഈ ഹോൾ വീക്ക് ഇങ്ങനെ പുറത്ത് ആഴ്ചയിൽ എല്ലാ ദിവസവും രാവിലെ പുറത്ത് പോയി രാത്രി തിരിച്ചു വന്ന് അങ്ങനെ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര ബിസി ആയിരുന്നു ഈ ഒരു 1 വീക്ക്. അതുകൊണ്ട് എനിക്ക് അധികം വീഡിയോസ് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, ലോങ് വീഡിയോസ് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഐ വിൽ ബി ഡൂയിങ് എ ലോട്ട് ഓഫ് വീഡിയോസ് ഇൻ ദ കമ്മിങ് വീക്സ്. അപ്പോൾ താങ്ക് യു സോ മച്ച് എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. രാവിലെ തന്നെ നല്ല മഴയുള്ളൊരു ദിവസമായിരുന്നു അന്ന്. നമുക്കിങ്ങനെ ഈ ബ്ലാങ്കറ്റൊക്കെ പുതച്ച് മൂടി കിടക്കാൻ തോന്നുന്നത് ലേസി ഡേയ്സ് ഉണ്ടാവില്ലേ, അതുപോലത്തെ ഒരു ദിവസമായിരുന്നു. ഞങ്ങളേതായാലും ഒരു 6:30-6:45 ഉള്ളിൽ ബാഗ്സ് എല്ലാം പാക്ക് ചെയ്ത് ഇറങ്ങി. അങ്ങനെ ഞങ്ങൾക്കൊരു സ്പെഷ്യലായിട്ടുള്ള ട്രിപ്പാണ് എന്തായാലും. ബിക്കോസ് ഒരു 4 വർഷമൊക്കെ ആയിട്ടുണ്ടാവും ഞങ്ങളെല്ലാവരും കൂടെ, ഫാമിലിയിലത്തെ എല്ലാവരും കൂടെ ഒരുമിച്ച് ഒരു മോർ ദാൻ 1 ഡേ ഒക്കെ എങ്ങോട്ടെങ്കിലും ട്രിപ്പ് പോകുന്നത്. കാരണം ഞങ്ങളുടെ വീട്ടിൽ നായ്ക്കുട്ടികളുണ്ട്. അപ്പം അവരെ നോക്കാൻ ആരെങ്കിലും ഒരാൾ എന്തായാലും വീട്ടിൽ നിൽക്കേണ്ട സാഹചര്യം ഉണ്ടാവാറ്. അപ്പം ഇത് കുറേ കാലത്തിന് ശേഷമാണ് ഞങ്ങൾ ഫാമിലി മുഴുവനായിട്ടും ഇങ്ങനെ ട്രിപ്പ് പോകാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ ഏതായാലും വയനാടൊക്കെ എത്തിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമെന്ന് തീരുമാനിച്ച് ഇറങ്ങിയതായിരുന്നു. പക്ഷേ ഒരു കുന്നമംഗലമൊക്കെ എത്തിയപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെ വിശക്കാൻ തുടങ്ങി. രാവിലെ നേരത്തെ എണീറ്റുകൊണ്ടാണെന്ന് തോന്നുന്നു. അങ്ങനെ ഏതായാലും ഞങ്ങളവിടെ കണ്ടൊരു റെസ്റ്റോറൻറ്റിൽ കയറി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അപ്പം ഞങ്ങളങ്ങനെ നോക്കി കയറിയതൊന്നുമല്ല, ഞങ്ങളിങ്ങനെ വിശന്ന് നോക്കി അവസാനം കണ്ട റെസ്റ്റോറൻറ്റിൽ അങ്ങ് കയറുമായിരുന്നു. പക്ഷേ ഏതായാലും അവിടുത്തെ ഫുഡ് നല്ല ടേസ്റ്റായിരുന്നു. ഞങ്ങൾ അവിടുത്തെ നൈസ് പത്തിരിയും ഫിഷ് കറിയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ച് യാത്ര കണ്ടിന്യൂ ചെയ്തു. ഈ ഒരു ഭാഗത്ത് എത്തിക്കഴിഞ്ഞാലാണ് എനിക്ക് യൂഷ്വലി വയനാട് എത്തിയെന്നുള്ളൊരു ഫീല് വരാറ്. ഈ ഒരു മേലേക്ക് ഈ ഒരു മലനിരകളും പിന്നെ ഈ സൈഡിലുള്ള ഈ പള്ളിയും ഇതൊക്കെ കാണുമ്പോഴാണ് ലൈക്ക് വി ആർ റീച്ചിങ് വയനാട്. ഇത് അടിവാരത്താണെന്ന് തോന്നുന്നു. അങ്ങനെ ഞങ്ങൾ വയനാട് മെല്ലെ എത്തി തുടങ്ങി. ഇത് ഞങ്ങൾ ആദ്യമായിട്ട് കണ്ട മങ്കിയാണ്. മൂപ്പരവിടെ ഇളനീര് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഞങ്ങൾ പിന്നെയും യാത്ര കണ്ടിന്യൂ ചെയ്തു. എനിക്ക് തോന്നുന്നു ഞങ്ങൾ ഇറങ്ങാൻ കുറച്ച് വൈകിയതുകൊണ്ട്, ശരിക്കും നമ്മൾ രാവിലെ നേരത്തെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഇത്രയ്ക്ക് ട്രാഫിക് ഉണ്ടാവില്ലായിരുന്നു. പക്ഷേ അത്യാവശ്യം ട്രാഫിക്കൊക്കെ ഉണ്ടായിരുന്നു. ചില സ്ഥലങ്ങളിലൊക്കെ ഞങ്ങൾ കുറച്ച് ബ്ലോക്കായിട്ട് സൈഡായിരിക്കേണ്ട അവസ്ഥയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നാലും ഞങ്ങളങ്ങനെ ചുരത്തിൽ ഒരുപാട് നേരം നിൽക്കേണ്ടിയൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങളങ്ങ് രക്ഷപ്പെട്ടു പോകുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അതേപോലെ എൻ്റെ വേറൊരു ആഗ്രഹമായിരുന്നു വയനാട്ടിലൂടെ പാസ് ചെയ്യുമ്പോൾ നമ്മുടെ വാൾനട്ട് കേക്ക്സ് നിന്ന് മിൽക്ക് ബണ്ണ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഞാനത് മുന്നേ എപ്പോഴും ഒരു തവണ ഇതേപോലെ തന്നെ ബാംഗ്ലൂരിലേക്ക് ട്രാവൽ ചെയ്യുമ്പം കഴിച്ചിരുന്നൊരു സാധനമാണ്. അപ്പോൾ ആ ഒരു ഓർമ്മ ഇങ്ങനെ തങ്ങി നിന്നിട്ട് ഞാൻ എന്തായാലും ഐ വോണ്ട് ടു മേക്ക് ഷുവർ ഞാനിത് കഴിച്ചിരിക്കും. അതേപോലെ എൻ്റെ വീട്ടുകാർക്കും കൊടുക്കണം എന്ന് എനിക്കുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ആദ്യം തന്നെ കണ്ട വാൾനട്ട് കേക്ക്സിൽ നിർത്തി. അങ്ങനെ ഞങ്ങൾ 4 മിൽക്ക് ബണ്ണൊക്കെ വാങ്ങിച്ചു. അങ്ങനെ എൻ്റെ അമ്മ അങ്ങനെ ഒരുപാട് ബേക്ക് സാധനങ്ങൾ എൻജോയ് ചെയ്യുന്ന ഒരാളൊന്നുമല്ല. പക്ഷേ എന്നാലും ഐ വോണ്ടഡ് ടു നോ അമ്മേൻ്റെ റിയാക്ഷൻ എന്താണ്, അമ്മയ്ക്ക് സാധനം ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടി നല്ല ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു എനിക്ക്. അങ്ങനെ ഞങ്ങളിത് വാങ്ങിച്ചുകൊണ്ട് വന്നു. ഞങ്ങൾ 4 ആൾക്കാരാണ് ഉണ്ടായിരുന്നത്. അപ്പം ഞങ്ങൾ 4 മിൽക്ക് ബണ്ണാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇതാ തുറന്നു. നല്ല സോഫ്റ്റ് ആൻഡ് ഫ്ലഫി ആയിട്ടുള്ളൊരു ബണ്ണാട്ടോ ഇത്. അങ്ങനെ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടു സംഭവം. ബണ്ണിൻ്റെ മേലെ അവരിങ്ങനെ കുറച്ച് പഞ്ചസാരയൊക്കെ തൂകി അതിൻ്റെ ഉള്ളിൽ കസ്റ്റാർഡ് ഫില്ലിംഗ് ആണുള്ളത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കസ്റ്റാർഡ് ഫില്ലിംഗ്. അപ്പോൾ ഇങ്ങനെ കഴിക്കുമ്പോൾ ഇങ്ങനെ അലിഞ്ഞു പോകുന്നൊരു അങ്ങനത്തെ ഒരു ടേസ്റ്റായിരുന്നു ആ മിൽക്ക് ബണ്ണ്. അങ്ങനെ അത് കഴിഞ്ഞു ഞങ്ങൾ മേലെ എവിടെയോ എത്തിയിട്ട് ഏതോ ഒരു വ്യൂ പോയിൻറ്റിൽ ഞങ്ങൾ വണ്ടി നിർത്തി.
ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഞങ്ങൾ കുറച്ച് നേരം ഒന്ന് കൈയും കാലൊക്കെ സ്ട്രെച്ച് ചെയ്ത് അപ്പോഴാണ് ഈ മങ്കീനെ കണ്ടത് കേട്ടോ. ഈ മങ്കിയും അതിൻ്റെ കുട്ടിയും അയ്യോ ഭയങ്കര ക്യൂട്ടായിരുന്നു. അവരിങ്ങനെ ഞാൻ തൊട്ടടുത്ത് പോയിട്ടാണ് വീഡിയോ എടുക്കേണ്ടായിരുന്നത്, എന്നാലും അവർ ബോദർ ചെയ്യുന്നേ ഉണ്ടായിരുന്നില്ല കേട്ടോ. ദേവർ ഇൻ ദെയർ എലമെൻറ്റ്. അങ്ങനെ ഞങ്ങൾ കണ്ടിന്യൂ ചെയ്തു ഞങ്ങളുടെ യാത്ര. മഴ പെയ്യാൻ തുടങ്ങി കേട്ടോ അപ്പോഴത്തേക്ക്. അങ്ങനെ ഈ ഷോട്ട് എടുക്കാൻ വേണ്ടി ശരിക്കും അച്ഛൻ എനിക്ക് വണ്ടി തിരിച്ചു കൊണ്ടുവന്ന് ഒന്നും കൂടെ കൊണ്ടുപോവാണ്. കാരണം ഈ വെൽക്കം ടു വയനാട് കാണാൻ വേണ്ടിയിട്ട് ഞാൻ അത് മിസ്സായി പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് സ്ട്രഗിൾ ചെയ്തു, ബിക്കോസ് എൻ്റെ ഫോണിലെ സ്റ്റോറേജ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ഏതായാലും അത് ഒരു വലിയ ടൂറിസ്റ്റ് ബസ്സായിരുന്നു. ഞങ്ങൾ പിന്നെയും വണ്ടിയൊക്കെ ഒതുക്കി പിന്നെയും എടുക്കേണ്ടി വന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ കുറച്ച് ട്രാഫിക് ഉണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ ഞങ്ങൾ കുറച്ചുകൂടെ നേരത്തെ ഇറങ്ങുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഈ ട്രാഫിക്കൊക്കെ ഒഴിവാക്കാമായിരുന്നു. നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ട്രാവൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ പ്ലാൻ ചെയ്ത് രാത്രി നേരത്തെ കിടന്നുറങ്ങി നേരത്തെ എണീറ്റ് ട്രിപ്പ് പോകും, അല്ലെങ്കിൽ നമ്മുടെ മൂഡ് തന്നെ പോകും ഇങ്ങനെ ട്രാഫിക്കിൽ പെട്ട് നമ്മളിങ്ങനെ ലോങ് ട്രാവൽ ചെയ്യുകയാണെങ്കിൽ. ഞങ്ങൾ ഏതായാലും ചെറുതായിട്ട് അച്ഛനൊക്കെ ഈ സമയത്ത് കുറച്ച് ഇറിറ്റേറ്റഡ് ആയിട്ടുണ്ടായിരുന്നു. എന്നാൽ പോലും ഞങ്ങൾ സത്യം പറയാമല്ലോ ഞങ്ങൾ അത്രയ്ക്കൊന്നും ബുദ്ധിമുട്ടേണ്ടി വന്നിട്ടില്ല കേട്ടോ. അത് ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള ട്രാഫിക് തന്നെ ആയിരുന്നു, അല്ലാതെ ഞങ്ങളിങ്ങനെ പിടിച്ചിട്ടൊരു സിറ്റുവേഷനൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങളാണെങ്കിൽ കുറേ കട്ടൻ ചായ ബ്രേക്സൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. ഇങ്ങനെ അച്ഛൻ കണ്ടിന്യൂസ് ആയിട്ട് വണ്ടി ഡ്രൈവ് ചെയ്യുന്നതുകൊണ്ട്. അങ്ങനെ ഞങ്ങൾ കട്ടൻ ചായ കുടിക്കാൻ വേണ്ടി ഒരു ചേച്ചിയുടെ കടയിൽ സ്റ്റോപ്പ് ചെയ്തതാണ്. ഈ അച്ഛൻ ഞങ്ങൾക്ക് ലേസ് വാങ്ങിത്തരില്ല എന്ന് പറയുന്ന ആളാണ്. നമ്മളിപ്പോൾ ബത്തേരി എത്തിയിട്ടുള്ളത്. ഇപ്പം ഇവിടെ എത്തിയപ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് ബിൽഡിങ്സ് ഒക്കെ കാണാം. ബത്തേരി ആണോ ഈ വയനാട്ടിലെ ടൗണ്? പക്ഷെ ഇവിടെ എത്തിയപ്പോ ഒരു ടൗൺ ഫീൽ കിട്ടിയത്. കൽപ്പറ്റ ടൗണാ? ഓ യാ റൈറ്റ്. എന്തായാലും സുൽത്താൻ ബത്തേരി എത്തിയിട്ടുണ്ട്. സുൽത്താൻ ബത്തേരി കഴിഞ്ഞാൽ ഇനി എത്ര ദൂരമുണ്ട്? വയനാട് കടക്കാൻ ഇനി എത്ര സമയമുണ്ട്? കഴിഞ്ഞു. ആംഗ്യ ഭാഷയിലൂടെയാണ് സംസാരിക്കുന്നത് ഗൈസ്. അപ്പം ഏതായാലും ഇത് കഴിഞ്ഞിട്ട് നമ്മൾ കാട്ടിലേക്ക് കടക്കും, മുത്തങ്ങ ഫോറസ്റ്റിലേക്ക്. വല്ല ആനിമൽസിനെയും കാണാൻ പറ്റുമെന്ന് നമുക്ക് വിശ്വസിക്കാം, കണ്ടാൽ ഭാഗ്യം, പ്രതീക്ഷിക്കാം. പക്ഷെ ആനേനെയൊന്നും കണ്ടിട്ടുള്ള സന്തോഷം നമുക്ക് വേണ്ട. നമുക്ക് വല്ല മാനോ മുയലോ എന്താ കൊരങ്ങനോ അതൊക്കെ മതി. കടുവ, പുലി, ആന ഇതൊന്നും വേണ്ട. ഇരിക്കുന്ന നോക്കൂ, അനുഗ്രഹ ജീവിതമാരുണ്ട് ഗൈസ്. തോന്നുന്നില്ല 25 ഡിഗ്രിയിലാണ് നമ്മൾ AC ഇട്ടിട്ടുള്ളത്. കാറിനകത്ത് ഇരിക്കുന്നതിനാണ് ഇത്രയും. അമ്മയ്ക്ക് പനിയാണ് പറഞ്ഞത്. നമുക്ക് തൊണ്ടവേനുണ്ട്, ആ ഒരു ലെവൽ തൊണ്ടവേന എനിക്കുണ്ട്. പക്ഷെ അമ്മ കുറച്ച് ഓവറാണ് ഗൈസ്. അങ്ങനെ ഞങ്ങൾ മുത്തങ്ങ ചെക്ക് പോസ്റ്റിലെത്തി. അപ്പം ഇവിടെ നിന്നാണ് മെയിനായിട്ട് ഈ കാട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിന് മുന്നേ തന്നെ അത്യാവശ്യം ഒരു ഫോറസ്റ്റഡ് ഏരിയ പോലെ തന്നെയാണ്. പക്ഷേ ഇവിടേക്ക് എത്തുമ്പോഴാണ് നമ്മൾ ആക്ച്വൽ കാടിലേക്ക് എത്തുന്നത്. അപ്പം ഞങ്ങളെല്ലാവരും 4 ഭാഗത്തേക്കും എന്തെങ്കിലും ആനിമലിനെ സ്പോട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കി ഇരിക്കുകയായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ ഗോസ്ലോ, എലിഫൻറ്റ് ക്രോസിങ് ഏരിയ അത് ഇതെന്നൊക്കെ കാണുന്നുണ്ടെങ്കിലും ഞങ്ങളങ്ങനെ ആനിമൽസിനൊന്നും കാണുന്നുണ്ടായിരുന്നില്ല. ആക്ച്വലി പ്രതീക്ഷിക്കുന്നില്ല. കാരണം ഞാനിതുവരെ ഈ കാട്ടിലൂടെ പോയിട്ട് അങ്ങനെ മാന്, കുരങ്ങനെന്നല്ലാതെ വേറൊരു ജീവിനെയും കണ്ടിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഹോപ്സ് വെർ ലോ. പക്ഷേ ചെറുതായിട്ട് നമ്മൾ എക്സ്പെക്റ്റേഷനിൽ നോക്കി ഇരിക്കുമായിരുന്നു. ആ സമയത്താണ് മുന്നോട്ട് പോയപ്പോൾ നമ്മൾ ഈ ട്രൈബൽ ഫാമിലീനെ കാണുന്നത് കേട്ടോ. അയ്യോ, ചെറിയ മക്കളൊക്കെ ഇരുന്ന് വലിയ ആൾക്കാരുടെ തലയിൽ പേൻ നോക്കുകയൊക്കെ ആയിരുന്നു. ക്യൂട്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ മാനിനെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. എൻ്റെ ക്യാമറയിൽ കിട്ടുന്നില്ല, പക്ഷെ ഞാൻ ഒറിജിനൽ ഫോട്ടോസ് എടുത്ത് ഇവിടെ അറ്റാച്ച് ചെയ്യുന്നതായിരിക്കും. ഞങ്ങളാണെങ്കിൽ ഒരു കൂട്ടം മാനുകളെ കണ്ടു. ആക്ച്വലി മാനുകളെ ഞങ്ങളിങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് സ്പോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ കാടിൻ്റെ ഉള്ളിലേക്ക് പോകും തോറും അവർ ഇരുട്ടിങ്ങനെ കൂടി വരുന്ന പോലെ ഞങ്ങൾക്ക് ഫീൽ ചെയ്തു. അങ്ങനെ കുറച്ചും കൂടെയൊക്കെ മുന്നോട്ടേക്ക് പോയപ്പോൾ ഞങ്ങൾ ഈ കർണാടകയുടെ സൈഡിലുള്ള ചെക്ക് പോസ്റ്റ് പാസ് ചെയ്തു. ഷുവർ അവരുടെ സൈഡ് ക്ലീൻ ആയിട്ട് കിടക്കുന്നുള്ളത്. സോ അവരെന്തായാലും നമ്മളെ വണ്ടിയിലേക്ക് എന്താ ഗ്ലാസ്സൊക്കെ താഴ്ത്തി നമ്മളോട് ചോദിക്കുന്നുണ്ട് ഇതിനകത്ത് പ്ലാസ്റ്റിക് ബോട്ടിൽസോ അതേപോലെ പേപ്പറോ അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടോ, നിങ്ങൾ കാട്ടിൽ കൊണ്ടുപോയി ഡംപ് ചെയ്യരുത്, വണ്ടി സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവർ നമ്മളെ കടത്തി വിട്ടിട്ടുള്ളത് അവരുടെ ഇതിലൂടെ, ചെക്ക് പോസ്റ്റിലൂടെ. ഞങ്ങൾ ആനേനെ കണ്ടു ഗൈസ്. ആരെങ്കിലും മണ്ണൊക്കെ തലയിലേക്ക് എറിയുന്നു. പക്ഷെ ഞങ്ങൾ നിർത്തിയില്ല. ഞങ്ങൾ പേടിച്ച് ഞങ്ങൾ വണ്ടി എടുത്ത് പോന്നു. പക്ഷെ അവിടെ കുറേ വണ്ടികൾ നിർത്തി. ഞങ്ങൾ ആദ്യം വണ്ടി നിർത്തിയപ്പം ഒരു പോലീസ് വന്ന് പറഞ്ഞു വണ്ടി നിർത്താൻ പാടില്ല. ആ സമയത്ത് നമ്മൾ മാനിനെ കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പം ഇനി ആനേനെ കണ്ട് വണ്ടി നിർത്തി ഈ ആന എങ്ങാനും വന്ന് നമ്മൾ അറ്റാക്ക് ചെയ്താൽ 2 ആന, 1 ആനയില്ല 2 ആന. അങ്ങനെ കാടൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഗുണ്ടൽപേട്ട് എത്തി. ഗുണ്ടൽപേട്ടാണെങ്കിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റോഡ്സാണ്. നമുക്ക് 2 സൈഡിലും നല്ല തോട്ടങ്ങളും നല്ല സീനറി എല്ലാം കാണാൻ പറ്റും.
ഏതോ പെണ്ണുങ്ങളൊക്കെ പോയി പിടിച്ചിരിക്കുന്നു നമ്മ. രസമുണ്ട്. നമുക്കിത് ഓൺ ദ വേ പറക്കാം. അങ്ങനെ ഞങ്ങൾ ഈ സൺഫ്ലവറിൻ്റെ ഗാർഡനിൽ ഇറങ്ങിയതായിരുന്നു. അങ്ങനെ ഞങ്ങൾ ആ ചേട്ടൻ്റെ അടുത്ത് പെർമിഷൻ ചോദിച്ചിട്ടാണ് ഈ സൺഫ്ലവർ പറിക്കുന്നത്. എനിക്കൊരു സൺഫ്ലവർ വാങ്ങിക്കണം, അങ്ങനെ തന്നെ ചോദിച്ചതാണ്. അപ്പോൾ ആൾ പറിച്ചോളാൻ പറഞ്ഞു. നമുക്ക് അവിടെ കാണാൻ വെച്ചിട്ടുള്ള ഗാർഡനല്ല, തൊട്ട് ബാക്കിലായിട്ടുള്ളൊരു ഗാർഡൻ, ഒരു തോട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടേക്ക് പോയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പറിച്ചോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഏട്ടനെ കൊണ്ട് പറപ്പിക്കുന്നതാണത്. കുറച്ച് കഷ്ടപ്പെട്ടാണെങ്കിൽ ഞങ്ങളിത് പറിച്ചു. സോ ഐ ഗോട്ട് എ സൺഫ്ലവർ. ഇറ്റ് ഹാസ് ഓൾവേസ് ബീൻ എ ഡ്രീം, എനിക്ക് ഇങ്ങനെ ഒരു സൺഫ്ലവർ എൻ്റെ കയ്യിൽ കിട്ടാൻ വേണ്ടിയിട്ട്. ബ്രോ ഇറ്റ്സ് സോ ബിഗ്, നോ? I am so happy. I am so satisfied. ചേട്ടന് ഇതിന് 50 രൂപയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇവിടേക്ക് കയറാൻ ഒരാൾക്ക് 20, പൂവിന് 50. പക്ഷേ ഞാൻ 40-നാണ് പറഞ്ഞു ഉറപ്പിച്ചിട്ടുള്ളത്. ആൾ 40 തരുമോ നമുക്ക് നോക്കാം. യെസ്. അങ്ങനെ ഞങ്ങൾ ആ പൂവൊക്കെ പിടിച്ച് കുറച്ച് നേരം ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നടത്തി അങ്ങനെ മെല്ലെ വിടാനുള്ള പ്ലാനായിരുന്നു. ഇതാ ഞാൻ സൺഫ്ലവർ മാത്രം എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അമ്മ അതിൻ്റെ കൂടെ ചെറിയ ചെറിയ ഈ വൈറ്റ് ഫ്ലവേഴ്സും കൂടെ റോഡിൻ്റെ സൈഡിൽ നിന്ന് പറിച്ചു. ഇതാ ഈ ഫ്ലവേഴ്സ് അപ്പോൾ നമ്മുടെ ബേബി ബ്രെത്ത് ഇല്ലേ, അതുപോലത്തെ ഒരു ഫ്ലവർ. ബേസിക്കലി വി ഹാവ് എ ബൊക്കെ നൗ. ഇനി അത് ജസ്റ്റ് സെറ്റ് ചെയ്താൽ മതി. ഹലോ, സോ ആഫ്റ്റർ വെരി ലോങ് ഡ്രൈവ് നമ്മളിപ്പോൾ നമ്മുടെ സ്റ്റേ ഉള്ള സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. സോ ഐ ജസ്റ്റ് ഷോ യു അറൗണ്ട്. ഇതാണ് നമ്മുടെ ഫ്ലാറ്റ്. സോ നമ്മൾ എയർബിഎൻബിയിൽ ഒരു ഫ്ലാറ്റാണ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ഞാൻ കാണിച്ചു. ഓക്കെ, സോ ദർ ഇസ് എ ലിവിങ് റൂം. വി ഹാവ് എ TV ഹിയർ. അപ്പം ലിവിങ് റൂം കഴിഞ്ഞിട്ട് നമുക്ക് ആക്ച്വലി ഇതൊരു 2 BHK ആണ്. സോ ഇറ്റ്സ് എ ഡൈനിങ് സ്പേസ് ഹിയർ. അപ്പം ഇതാ കിച്ചൺ. വി ഹാവ് എ റെഫ്രിജറേറ്റർ. പിന്നെ 2 ഇൻഡക്ഷൻ കുക്കർ ഉണ്ട്. അതേപോലെ ഒരു ഫിൽറ്റർ ഉണ്ട്. പിന്നെ കുറേ പാത്രങ്ങളുണ്ട് കിച്ചണിൽ. അപ്പം ഞങ്ങൾ എന്തായാലും ചായ ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്തു. അയ്യോ അത് തിളച്ചു. ഹായ് പറയൂ. ആർക്കറിയാം, നോക്കാം. സോ യെസ്, പിന്നെ ബെഡ്റൂംസ് കാണിക്കാം. അയ്യോ ഇത് വാഷ്റൂമാണ്. ഒരു കോമൺ വാഷ്റൂമും പിന്നെ ഒരു അറ്റാച്ച്ഡ് വാഷ്റൂമുമാണുള്ളത്. സോ ഇങ്ങനെയാണ് റൂംസ് ഉള്ളത്. ഐ തിങ്ക് നമ്മൾ വേറെ ബെഡ്ഷീറ്റൊക്കെ എടുക്കണമെന്ന്, പക്ഷേ ഞങ്ങൾ അങ്ങനെ ബെഡ്ഷീറ്റൊന്നും എടുത്തിട്ടില്ല. ആൻഡ് ഒരു വലിയ വാർഡ്രോബ് ഉണ്ട്. സംഭവം നമ്മളൊരു പ്രോപ്പറായിട്ട് ഫുള്ളി ഫേർണിഷ്ഡ് ആയിട്ടുള്ളൊരു അപ്പാർട്ട്മെൻറ്റാണ്. അപ്പം നല്ല സൗകര്യം, നല്ല എന്താ പറയുക, ഇറ്റ്സ് വെരി ക്ലീൻ, നല്ല മെയിൻറ്റെയിൻഡ് ആയിട്ടുള്ള സ്പേസാണ്. ഓൾസോ നല്ല എല്ലാ എന്താ ഫെസിലിറ്റീസും ഉള്ള നല്ലൊരു സ്പേസാണ്. ആൻഡ് ദിസ് ഈസ് ദി സെക്കൻഡ് റൂം. ഐ ഷോ യു ദിസ് ലേറ്റർ. അങ്ങനെ വാഷ്റൂം ഇതാണ്. സോ ദർ ഇസ് എ പൂജ റൂം ആക്ച്വലി, പക്ഷേ അത് കാലിയായി കിടക്കാടൊന്നുമില്ല. ആൻഡ് ദീസ് പീപ്പിൾ ആർ വെരി എക്സൈറ്റഡ്. ഇവർ നമ്മൾ ഇത്രയും നേരം ഡ്രൈവ് ചെയ്ത് ഫുൾ തളർന്ന് വന്നിട്ട് ഇപ്പോൾ ഈ ഒരു സ്പേസ്, ദിസ് ഇസ് ലൈക്ക് ഹോം നോ. അപ്പോൾ ഇങ്ങനത്തെ ഒരു സ്പേസിലേക്ക് വന്നപ്പം ഇവർ ഭയങ്കര ഹാപ്പിയാണ്. നമ്മൾ ഭയങ്കര ഒരു കംഫർട്ടിലേക്ക് തിരിച്ചു വന്ന പോലെ. ഞങ്ങൾ ഇത്രയും ഡ്രൈവ് ചെയ്ത് ടയേർഡായി കുറേ വന്നല്ലോ എന്ന് ഡിസപ്പോയിൻ്റ് ആയി നമ്മളിപ്പോൾ ഒരു ഹോട്ടൽ റൂമിലേക്കാണ് പോകുന്നത്. ഐ ഡോണ്ട് തിങ്ക് യു വുഡ് ബി ദിസ് ഹാപ്പി ഓർ ദിസ് റിലാക്സ്ഡ്. അപ്പം എന്താ ഇഷ്ടപ്പെടും, നല്ല സ്റ്റേ ആണ്. നമുക്ക് ഈ ഡൈനിങ് റൂമിൻ്റെ അടുത്തായിട്ട് തന്നെ ഒരു വാഷ് ബേസിനും അങ്ങനത്തെ ഒരു സ്പേസ് ഉണ്ട്. ആൻഡ് ദിസ് ഇസ് എ സെക്കൻഡ് റൂം. സെക്കൻഡ് റൂം ഇതേപോലെ ഡബിൾ കോട്ടാണ്. അങ്ങനെ ദർ ഇസ് എ ഡ്രസ്സിങ് ടേബിൾ ഷെൽഫൊക്കെ ആയിട്ട്. പിന്നെ അവർ വൺ ഇമ്പോർട്ടൻറ്റ് തിങ് ഇസ് അയൺ ബോക്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ദാറ്റ് ഈസ് റിയലി ഗ്രേറ്റ്. നമ്മളെല്ലാവരും വീട്ടിൽ നിന്നെല്ലാം അയണൊക്കെ ചെയ്ത് വരുന്ന ഡ്രസ്സായിരിക്കും, പക്ഷേ ഇവിടെ പാക്ക് ചെയ്ത് കൊണ്ടുവന്ന ശേഷം യൂസ് ചെയ്യാൻ നോക്കുമ്പോൾ ഫുൾ ചുളിഞ്ഞ് അവസ്ഥയായിട്ടുണ്ടാവും. ആൻഡ് ദാറ്റ്സ് എ ബ്ലെസ്സിങ് ടു ഹാവ് എൻ അയൺ ബോക്സ് ഇൻ യുവർ റൂം. പിന്നെ അതാ നേരത്തെ കണ്ട പോലെ തന്നെ വാർഡ്രോബ് ഉണ്ട്. പിന്നെ ദിസ് ഇസ് ദ ബെഡ്. എനിക്ക് തോന്നുന്നു ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ചേഞ്ച് ചെയ്യണം. പിന്നെ വി ഹാവ് ദ ടോയ്ലറ്റ് ഹിയർ. ടോയ്ലറ്റ് മോശം പറയാനൊന്നുമില്ല, ഇറ്റ്സ് ഓക്കെ. ഭയങ്കര അടിപൊളി അല്ലെങ്കിലും ഇറ്റ്സ് ഗുഡ്. സോ ഇഫ് യു ഗൈസ് വാണ്ട് മോർ ഇൻഫർമേഷൻ അബൌട്ട് ദിസ് പ്രോപ്പർട്ടി എനിക്ക് ടെക്സ്റ്റ് ചെയ്യാവുന്നതാണ്. ഐ ലെറ്റ് യു ഗൈസ് നോ ഞാൻ എങ്ങനെയാണ് ബുക്ക് ചെയ്തത്, ഹൗ ഡു ഐ ഫൈൻഡ് ദിസ് പ്ലേസ് ആൻഡ് ഇതിൻ്റെ ടാരിഫ് എങ്ങനെയാണ്, അങ്ങനത്തെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നതായിരിക്കും. സോ യാ,
തൽക്കാലം ഞാനിവിടെ ക്ലോസ് ചെയ്യാണ്. എനിക്കറിയില്ല എന്തിനി എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന്. അപ്പോൾ ഏതായാലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഐ അപ്ഡേറ്റ് യു ഗൈസ്. ബൈ ബൈ.